എന്റെ വയസ്സ് പറയാൻ പാടില്ല ടിന. She's 24. 34. 34. Sorry, 34. 24 മതിയായിരുന്നു. കണ്ടത് എത്ര തോന്നുന്നു ഗൈസ്. She's 34. So welcome back to my channel guys. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് വിശ്വസിക്കുന്നു. So as Siddhi today is my birthday actually. So അപ്പോൾ ബർത്ത്ഡേ ഒന്ന് ലഞ്ചിന് വരാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് നമ്മൾ എങ്ങോട്ടാണ് വന്നിട്ടുള്ള ചിറ്റിക്കുട്ടി? Party place. നമ്മൾ ഷെഫ് ഫില്ലേൻ്റെ ഇവിടെ ലീ മെറീഡിയനിലെ ഷെഫ് ഫില്ലേൻ്റെ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്തെ നമ്മൾ നമ്മൾ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് അവർ ഓപ്പണിംഗ് ഡേറ്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു. ബൈ ദ ടൈം നമ്മൾ പോകേണ്ട സമയമായി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വരാൻ പറ്റിയിട്ടില്ല, ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പം ഒരു നല്ല ദിവസമാണല്ലോ, ഞാൻ ജനിച്ച ദിവസമല്ലേ. സോ അതുകൊണ്ട് ഇന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു. ലീ മെറീഡിയനിൽ കയറി ചെന്നതും അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഷെഫ് പിള്ളയിൽ മേഴ്സ് എൻട്രി നടത്തി. അവരുടെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെനു ഉണ്ട് കേട്ടോ. ഇത് 1600 മെനു ആണ്, പിന്നെ 2500 ഒരു മെനു ഉണ്ട്. ആക്ച്വലി രണ്ടും സെയിം ആണ്. ബേസിക്കലി 2500 എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഒരു ഐറ്റം എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ 1600 എടുത്തത്. ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് വാസ് വർത്ത് ഇറ്റ് ആൻഡ് ദാറ്റ് വാസ് ഇനഫ് ഫുഡ് ഫോർ അസ് ആക്ച്വലി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ആരംഭിക്കും. ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാനിപൂരിൻ്റെ പൂരിയിൽ സംഭാരം വെച്ച് വരുന്ന എൻ്റെ റൊമാൻറ്റിക് ഹസ്ബൻഡിനെയാണ് ആക്ച്വലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ഞാനൊന്ന് വായിലിട്ട് നോക്കി എന്താ പറയണ്ടെന്നുള്ള കാര്യം ഐ സീരിയസ്ലി ഡോണ്ട് നോ. ഐ വാസ് ലൈക്ക് തുപ്പണോ എന്നല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്, ബട്ട് തിങ് ഇസ് ദാറ്റ് സംഭാരമായിട്ടും പൂരിയുടെ കൂടെ പാനിയായിട്ടും മറ്റേ സാധനം തന്നെ കഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. ദിസ് ഇസ് ലൈക്ക് കപ്പേൻ്റെ മുകളിൽ ഒരു സോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി. കപ്പ ബട്ട് കണ്ട ഒരു തടിയം പഴംപൊരി പോലത്തെ ഒരു ലുക്കായിരുന്നു. പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ചാറ്റ്. സോ എന്ത് ചാറ്റായിരുന്നു? പഴംപൊരി ചാറ്റ്. ഓക്കെ, അത് പഴംപൊരി മിക്സ്ചറും കാര്യങ്ങളും ഇട്ടിട്ട് അതും തിന്നപ്പം ഐ ഫെൽറ്റ് ലൈക്ക് മിക്സ്ചറായിട്ടും പഴംപൊരി ആയിട്ടും തിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. എനിക്ക് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ മനുഷ്യൻ്റെ അടുക്കുന്ന വല്ല എക്സ്പ്രഷൻ കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന ഞാനാണല്ലോ ശശി ഓൾ ദ ടൈം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേനാട് പാൽ കൊഞ്ച്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ബേസിക്കലി ഇവരെ സ്റ്റാർട്ടേഴ്സ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബട്ട് അതിലിഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് വേനാട് പാൽ കൊഞ്ച്. സോ യമ്മി. ഇത് തേങ്ങാപ്പാലിട്ട എല്ലാ സാധനവും നമുക്കൊരു പ്രത്യേകം ടേസ്റ്റ്, നമ്മളെല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് സ്പെഷ്യലായിട്ട് എടുത്ത് അറിയുന്നുണ്ടായിരുന്നു അവിടെ. പുളിയിഞ്ചി ചിക്കൻ. ഐ എം എക്സൈറ്റഡ് ടു ട്രൈ ദിസ്. പുളിയിഞ്ചി ഓർ ഇഞ്ചിപ്പുളി, വി കോൾ ഇറ്റ് ആസ് പുളിയിഞ്ചി ആക്ച്വലി. അപ്പോൾ പുളിയിഞ്ചി ചിക്കൻ എന്ന് നമുക്ക് പറയാം. ഇതായാലും എനിക്ക് കഴിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ പുളിയിഞ്ചി ആയിട്ടും ചിക്കൻ വിൻസ് ആയിട്ടും തിന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ കോമ്പിനേഷൻ ഒന്നും ടു ബി ഓണസ്റ്റ് അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ സിദ്ധിനെ കൊണ്ട് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് നമ്മൾ മെയിൻ കോഴ്സിലേക്ക് നീങ്ങി നമ്മൾ പൊറോട്ട, ഇങ്ങനെ പറിച്ചിട്ട പൊറോട്ട ഒക്കെ എന്നിരുന്നു പറയാൻ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ മട്ടൻ, ഇതാണ് സംഭവം. ദിസ് ഇസ് ദ ഐറ്റം മാൻ. ഫിഷ് നിർവാണ അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പരിപ്പ് കറി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ അൺലിമിറ്റഡ് എന്നല്ല, അവർ തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പവും പൊറോട്ടയും ഉണ്ടായിരുന്നു. ഞാൻ അപ്പമാണ് എടുത്തത്. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ ആക്ച്വലി നല്ല രസമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻസ് എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. But starters, I was not that much of a fan. Fish Nirvana was, oh my god, amazing. Nirvana ഭയങ്കര റിച്ച് ആയിരുന്നു. സോ ഐ എം തിങ്കിങ് അതിൽ കാഷ്യൂ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു കേട്ടോ. ഭയങ്കര റിച്ച് ആയിരുന്നു. ബട്ട് എനിവേസ് ദ റെസിപ്പി ഈസ് ഓൺലൈൻ ഇഫ് യു വോണ്ട് ടു ഹാവ് എ ലുക്ക്. പിന്നെ നമുക്ക് ഡെസേർട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ സുലൈമാനി കൊണ്ട് തന്നു. ആ സുലൈമാനിയോടെ കുടിച്ചപ്പോൾ എൻ്റെ സാറേ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു സത്യം പറയാമല്ലോ. നല്ല ഇത്രയും ഫുഡ് പ്രത്യേകിച്ച് ഹെവി ആയിട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ട് ആ സുലൈമാനി കുടിക്കുമ്പോഴൊരു ഫീലിംഗ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. യാ, കേക്ക് ഐ ട്രൈഡ് ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ആക്ച്വലി ഇത് നമ്മളെ ദ ഫേമസ് എന്താ പറയുക പാലട കേക്കാണ് എന്നുള്ള കാര്യം. അതും എനിക്കിങ്ങനെ ചീസ് കേക്കിൻ്റെ കൂടെ പാലട ആയപ്പം ഐ വാസ് നോട്ട് that great fan to be honest, and I don't know if it is my taste buds ന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. മറ്റേത് വാസ് ലൈക്ക് ഒരു ബ്രൗണി പോലത്തെ ഒരു കേക്ക് ആയിരുന്നു. സിദ്ധിൻ എക്സ്പ്രഷൻ വിൽ ടെൽ യു എക്സാക്ട്ലി ഹൗ ഇറ്റ് ഈസ്. It is a payasam cake. It's a payasam cake. I think I like that one.
അത് കഴിഞ്ഞ് നമുക്ക് നാഗവല്ലിയുടെ സ്വർണ്ണപ്പെട്ടി പോലത്തെ ഒരു സാധനത്തിൽ കുറച്ച് ജീരകമുട്ടായും കുറച്ച് കൽക്കണ്ടം ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. ഇതൊന്നും സിദ്ധി ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. സിദ്ധി അപ്പോൾ ഓരോന്നോരോന്നായി ടേസ്റ്റ് ചെയ്തിട്ട് അവളുടെ ലൈവ് എക്സ്പ്രഷനാണത്. ജീരകമുട്ടായാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞത് ഇപ്പോൾ കൽക്കണ്ടം ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം സ്വീറ്റ് ആയതുകൊണ്ട് കുട്ടി എല്ലാം ട്രൈ ചെയ്യും. ഇപ്പോൾ പിന്നെ മുന്നേ ഒരു കറിയാണ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി പറയും, അപ്പോൾ തന്നെ സ്ട്രൈറ്റ് അവേ നോ പറയും കുട്ടി. You look so cute today. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു റിങ് എടുക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ കല്യാണത്തിൻ്റെ റിങ് എനിക്ക് തിരി ഇഷ്ടം. അപ്പോൾ സുദീപ് പത്മനാഭൻ ഓഫേർഡ് മീ ടു ബൈ മീ എ റിങ് ആൻഡ് ഐ എം ലൈക്ക് വൈ നോട്ട്. മനസ്സിലായോ? ഇന്നേ കിട്ടുമല്ലോ. മനസ്സിലായോ? അങ്ങനെ നമ്മൾ തനിഷ്കിലേക്ക് പോകണം. തനിഷ്ക് എത്രയോ? അയ്യോ, 80 വേണ്ട. സാഡ് ഗൈസ്, സാഡ്. The problem is that my ring finger is so thin. I don't know if you can see that. അളന്ന് നോക്കിയാൽ 9 mm അങ്ങനെ എത്തിയോ മറ്റേ റിംഗ് ഫിംഗർ. അത്രയും കുഞ്ഞാണ്. അതുകൊണ്ട് എൻ്റെ സൈസിനെ പറ്റിയിട്ട് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഉണ്ടാക്കാൻ മാത്രമുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതൊരു 15-20 days എടുക്കുമെന്ന് പറഞ്ഞു. And I'm like, no, I want it now. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിന് പിടിച്ച ഒന്നും അങ്ങനെ കിട്ടിയിട്ടുമില്ല. ദാറ്റ് ഈസ് അഗെയിൻ വൺ തിങ്. ആണ് നമ്മളിനി അടുത്ത മലബാർ ഗോൾഡിലേക്ക് പോകാൻ പോകുന്നത്. ചിഡു Malabar gold, yay. ഏയ് ചിഡുവിൻ്റെ കൈ കാണിച്ചേ. ചിഡുവിൻ്റെ കൈ. ചിഡു അപ്പോഴത്തേക്ക് എൻ്റെ പഴയ ഒരു റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വെറുതെ ലോക്കർ പോയപ്പോൾ ഐ വാസ് ലൈക്ക്, ഹായ് എൻ്റെ പഴയ റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എടുത്ത് കൈ കിട്ടത്. ഇപ്പം അത് ചിഡുവിന് വേണം. ഒരു കുഞ്ഞ റിംഗാണ്, കുഞ്ഞ റിംഗ്. അല്ല ചിഡു? It really fits me. That's why I want it, because I know it won't fall off. It fits me very good. It won't fall off, but I think it'll fall off. അത് കഴിഞ്ഞ അടുത്ത് നമ്മളുടെ മലബാർ ഗോൾഡിലെത്തി ഗൈസ്. മലബാർ ഗോൾഡ് ഇവിടെ നിന്ന് അംഗം കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളിവിടെ തകൃതിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സിദ്ധിക്കുട്ടിക്ക് എന്നാ വേണ്ടത് തിരുന്നില്ല. സിദ്ധിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. സിദ്ധിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെ. സോ പ്രിറ്റി എന്ന് പറയുമ്പോൾ സിദ്ധി ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചത്. ഇത് എനിക്ക് നല്ല ക്ലാസിക് ഒരു എൻഗേജ്മെൻറ്റ് റിംഗ് പോലത്തെ സാധനം വേണം ഡെയിലി യൂസിന് വേണ്ടിയിട്ട്. ഇത് അത് എൻഗേജ്മെൻറ്റ് റിംഗ് അല്ല. ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചോ കേട്ടോ. പിന്നെ അവിടെ 2 ഗോൾഡിൻ്റെ ഉണ്ട്. ഇത് മൊത്തം ഡയമണ്ടാണ്. ചിഡ് വാട്ട്സ്ആപ്പ് ബാബൂസ് ഗൈസ്. ഇതാണ് ഞാൻ ഓപ്റ്റ് ചെയ്ത കുറേ 8 ഇതാണ് ഞാൻ ഓപ്റ്റ് ചെയ്ത 8 ആക്ച്വലി. I want something classy, you know. I don't want like, you know, ഇത് കുറച്ച് മോഡേൺ ആണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, that's what I'm looking for. Modern. She's looking for modern rings. എൻ്റെ ഗൈസ് സെലക്ട് ചെയ്ത് എൻ്റെ എനർജി മൊത്തം ഡ്രെയിനായി. ഞാൻ ടയർഡായി പോയി. ഒരു ഡിസിഷൻ എടുക്കാൻ എന്തൊരു കഷ്ടപ്പാടായിരുന്നു എന്നറിയോ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ഓൺ മൈ ഹാൻഡ്സ് ഗൈസ്. ഓക്കെ Yeah, that's കൊള്ളാവോ Mama. ഗൈസ്? മലബാർ ഗോൾഡൊക്കെ ഫുൾ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ആക്ച്വലി. അതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം. അങ്ങനെ ഫൈനലി മലബാർ ഗോൾഡ് എടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങി. ഒരു 7:30 വരെ അടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിൽ പോവാണ്.